തൊട്ടതെല്ലാം പൊന്നാക്കിയ സരിൻ. എന്നാൽ രാഹുലിനു മുന്നിൽ അടിപതറി. ജീവിതത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ് ഡോക്ടർ പി സരിൻ. വ്യക്തിജീവിതത്തിലും ആവശ്യത്തിലധികം റിവേഴ്സ് ഗിയറുകളും കരിയർ ഷിഫ്റ്റുകളും നടത്തിയ പാലക്കാട്ടുകാരൻ. ആദ്യം MBBS പഠനം നടത്തി ഡോക്ടറായി. പിന്നീട് അതുപേക്ഷിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ സിവിൽ സർവീസുകാരനായി. അതിനിടയിൽ നിയമപഠനവും തുടങ്ങി. ഒടുവിൽ അതെല്ലാം ഉപേക്ഷിച്ച് രാഷ്ട്രീയ വഴി സ്വീകരിച്ച് കോൺഗ്രസിന്റെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ ഹെഡായും സംസ്ഥാനത്തെ പ്രധാന നേതാവായും മാറി. ഇതുവരെയുള്ള സരിന്റെ ജീവിതയാത്ര ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ അതൃപ്തി പരസ്യമാക്കി പാർട്ടി വിട്ടതോടെയാണ് സരിന്റെ കരിയറിൽ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. അതുവരെ പൊക്കിപ്പറഞ്ഞ കോൺഗ്രസിൽ നിന്നും സരിന് ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നിന്നും ഇറങ്ങി വരേണ്ടി വരുന്നു. രാഷ്ട്രീയ പടലപ്പിണക്കം എന്നതിനേക്കാൾ സ്ഥാനാർത്ഥി തർക്കമായിരുന്നു പ്രധാന കാരണം. മുമ്പ് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ ടീച്ചറമ്മയെ തോൽപ്പിച്ച് കേന്ദ്ര പാർലമെന്റിലേക്ക് പോയപ്പോൾ ഒഴിഞ്ഞ കസേരയിലേക്ക് ഷാഫിയുടെ നോമിനിയായ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സരിനും കണ്ണുവച്ചിരുന്നു. ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഹൈക്കമാൻഡുമെല്ലാം രാഹുലിനെ പിന്തുണച്ചപ്പോൾ സരിൻ നിരാശനായി. തുടർന്ന് സരിൻ മറുപക്ഷത്തേക്ക് ചാടി. തുടർന്ന് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. പെട്ടി വിവാദത്തിൽ തുടങ്ങി സന്ദീപ് വാര്യരുടെ അപ്രതീക്ഷിത കോൺഗ്രസ് പ്രവേശനവും പരസ്യ വിവാദവും ശേഷമുള്ള പാലക്കാടൻ സംഭവ വികാസങ്ങൾക്ക് രാഷ്ട്രീയ കേരളം സാക്ഷിയാണ്. ഒടുവിൽ ശരിക്കുള്ള പെട്ടി പൊട്ടിച്ചപ്പോൾ രാഹുലിന് മിന്നും ജയം. രാഹുലിന്റെ വ്യക്തിപ്രഭാവത്തിന്റെയും ഷാഫി പറമ്പിലിന്റെ നോമിനി പ്രഭാവത്തിന്റെയും മുന്നിൽ സരിൻ കടപുഴകി. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും രണ്ടാം സ്ഥാനത്ത് പോലും എത്താത്ത സരിനെ 18,724 എന്ന ചരിത്ര ഭൂരിപക്ഷത്തിലാണ് രാഹുൽ തോൽപ്പിച്ചത്. പാലക്കാട് പണ്ട് ഹാട്രിക് വിജയം നേടിയ ഷാഫി പറമ്പിലിന്റെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷത്തെക്കാളും കടത്തിവെട്ടിയുള്ളതായിരുന്നു രാഹുലിന്റെ മിന്നും വിജയം.